ഇന്നൊരു ചെറിയ കഥയാണ് കേട്ടോ, ഒരു ഷോർട്ട് സ്റ്റോറി. ഏതൊരു വ്യക്തിയുടെയും രക്തക്കൊഴലിനകത്ത് ബ്ലോക്ക് ഉണ്ടാവുന്നതിന്റെ ഒരു കഥ. ഈ കഥ ഞാൻ പറയാൻ കാരണം പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, രക്തക്കൊഴലിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന്. ആലോചിക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മുടെയൊക്കെ മൈൻഡിൽ കൊളസ്ട്രോൾ ഇങ്ങനെ രക്തക്കൊഴലിലൂടെ അടിഞ്ഞു കൂടി അതിങ്ങനെ ഒരു ബ്ലോക്കായിട്ട് മാറും. എന്നാൽ ഇതിൽ അങ്ങനെയാണോ? അല്ല. ബ്ലോക്ക് ഉണ്ടാവുന്നതിന് കൃത്യമായ ഒരു പ്രോസസ് ഉണ്ട്, ഒരു കഥയുണ്ട്. ഈ കഥയുടെ തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ രക്തക്കൊഴൽ ഒരു പൈപ്പായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യും. അതിനകത്തൂടെ ചീത്ത കൊളസ്ട്രോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പൊ രക്തക്കൊഴലിന്റെ ചില ഭാഗങ്ങൾ ഈ ചീത്ത കൊളസ്ട്രോൾ അള്ളിപ്പിടിക്കാൻ തുടങ്ങും. ആ ഭാഗത്ത് പതുക്കെ ഇതിങ്ങനെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. അവിടെ നീർക്കെട്ട് സംഭവിക്കുകയാണ്, അവിടെ കേട് സംഭവിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ശരീരം അത് നോട്ട് ചെയ്യും. ഇന്ന രക്തക്കൊഴൽ ഇന്ന ഭാഗത്ത് ഒരു കേട് വരുന്നുണ്ട്, അത് റിപ്പയർ ചെയ്യാൻ സമയമായി എന്നുള്ള ശരീരത്തിന് ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ശരീരം ആ ഭാഗത്തേക്ക് റിപ്പയർ ചെയ്യുന്ന കോശങ്ങളായി ഇങ്ങനത്തെ കോശങ്ങൾ അവിടേക്ക് എത്തിപ്പെടുമ്പോഴേ അത് റിപ്പയർ ചെയ്യാൻ നോക്കും. പക്ഷേ പരാജയപ്പെടുകയാണ്. അവരെ കൊണ്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഈ കോശങ്ങൾ ഈ കേടുവന്ന ഭാഗത്ത് കൊളസ്ട്രോളിന്റെ കൂടെ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഇതെല്ലാം കൂടെ അങ്ങനെ എന്തായി? ഈ കൊഴുപ്പും ഈ കോശങ്ങളും എല്ലാം കൂടെ ട്രാപ്പ് ചെയ്ത് ഒരു ഫാറ്റി കോർ എന്ന് പറയുന്ന ഒരു ചേറ് പോലുള്ള ഒരു സാധനം അവിടെ രൂപപ്പെടുകയാണ്. ഇങ്ങനെ രൂപപ്പെട്ട ചേറിന് ഒരു കവറിങ്ങും കൂടെ രൂപപ്പെടും. ഇതിന് ഫൈബ്രസ് ക്യാപ്പ് എന്ന് പറയും. ശരീരം പിന്നെ വെയിറ്റ് ചെയ്യാണ് ഈ കേട് എങ്ങനെ റിപ്പയർ ചെയ്യാം. അങ്ങനെ പതുക്കെ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ശരീരം അവിടെ ഒന്ന് സിമെന്റ് ഇട്ട് കൊടുക്കാൻ. നമ്മുടെ വീട്ടിലൊക്കെ ചുമരിൽ കേടുവന്നാൽ നമ്മളൊന്ന് സിമെന്റ് ഇട്ട് കൊടുക്കും. അതുപോലെ ശരീരം റിപ്പയർ ചെയ്യുന്നത് കാൽഷ്യം ഉപയോഗിച്ചിട്ടാണ്. ശരീരത്തിലെ സിമെന്റ് ആണ് ഈ കാൽഷ്യം. അങ്ങനെ കാൽഷ്യം ഇട്ട് റിപ്പയർ ചെയ്യുമ്പോൾ പതുക്കെ രക്തക്കൊഴൽ ഇങ്ങനെ കട്ടി കൂടി. കാരണം നമുക്കറിയാം കാൽഷ്യം എല്ലും പല്ലൊക്കെ കാൽഷ്യം ആണല്ലോ. അപ്പൊ ആ ഒരു കട്ടി, ആ ഒരു ഹാർഡ്നെസ് ഈ പറഞ്ഞ ബ്ലോക്കിലും രക്തക്കൊഴലൊക്കെ ഉണ്ടാവുകയാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ ക്ലൈമാക്സ് എത്തിയിട്ടില്ല. ക്ലൈമാക്സ് എപ്പോഴാണ്? ഈ പറഞ്ഞ ചേറിന്റെ പുറമേയുള്ള കവറിങ് അതൊന്ന് പൊട്ടുക എന്ന് വിചാരിക്കും. ചെറിയൊരു വിള്ളല് പല കാരണം കൊണ്ട് സംഭവിക്കാം. അങ്ങനെ വിള്ളൽ വന്നത് പൊട്ടിയാൽ ഈ പൈപ്പിനകത്തൂടെ പോകുന്ന രക്തപ്രവാഹത്തിൽ പെട്ടെന്ന് ക്ലോട്ട് രക്തക്കട്ടകൾ ഫോം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്തായി? ആ രക്തക്കട്ട വളരെ വലുതാവുന്നത് കാരണം പൈപ്പിലുള്ള രക്തോട്ടം മുഴുവൻ ഒറ്റയടിക്ക് നിന്നു പോവാണ്. ഇതിനൊരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാർട്ട് അറ്റാക്ക്. ചുരുക്കി പറഞ്ഞാൽ ആ ഷോർട്ട് സ്റ്റോറി ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒരു ക്ലൈമാക്സിൽ എത്തിപ്പെടുകയാണ്. ഈ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് അറിയാം, ശരീരം റിപ്പയർ ചെയ്യാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്, അതെല്ലാം ബാക്ക് ഫയർ ചെയ്യാണ്. അതിനുശേഷമാണ് അറ്റാക്കിലേക്ക് എത്തിപ്പെടുന്നത്. നമ്മുടെ ശരീരത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ശരീരത്തിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോൾ ആണ്, പാരമ്പര്യമാണ്, പുകവലിയാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ കഥ വേറെ ഒരു നല്ല ക്ലൈമാക്സിലേക്ക് എത്തിക്കാനും നമുക്കൊരു മാർഗമുണ്ട്. അതെന്താണ്? ഭക്ഷണത്തിലെ ചിട്ടയായ ക്രമീകരണം, വ്യായാമം, പുകവലി ഉപേക്ഷിക്കുക, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അങ്ങനെ ആകുമ്പോൾ ഈ കഥയുടെ ഗതി മാറും, ക്ലൈമാക്സ് മാറും. ഹൃദയത്തിൽ തട്ടുന്ന കഥ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കൊച്ചു കഥ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.